നിങ്ങളെ ചിരിപ്പിക്കാന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഇനി വേദിയിലേക്ക് എത്തുകയാണ് ടീം കിങ് ജോക്കേഴ്സ്. ഹലോ ഹലോ, ഞാൻ ചന്ദ്രികയാണ്. ഓ ഞാൻ രമണനാണ്. രമണൻ രമണൻ. അതെന്താ ശബ്ദത്തിനൊരു മാറ്റം? പെണ്ണുങ്ങൾ വിളിക്കുമ്പോ ഒരു ഗുരുഗുരുപ്പാണ്. കുടുംബശ്രീയുടെ വാർഷികത്തോടനുബന്ധിച്ചേ ഞാൻ കുറച്ച് ബ്ലൗസ് തയ്ക്കാൻ തന്നായിരുന്നു, എന്തായാവോ? ചന്ദ്രിക, ഞാനത് റെഡിയാക്കി, എല്ലാം റെഡിയാണ്. പക്ഷെ ഞാൻ ഇന്നലെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒരു രാത്രി 2-2:30 ആയപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചായിരുന്നു ഇത് പറയാൻ വേണ്ടി. പക്ഷെ ഫോൺ എടുത്തില്ല. കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും 2 മണിക്ക് ഫോൺ എടുക്കോ മനുഷ്യ? അത് ഞാൻ വിളിച്ചപ്പോ എൻഗേജ് ആയിരുന്നു. അയ്യോ, അത് ഞാൻ ഈ മീറ്റിംഗിന്റെ കാര്യമൊക്കെ ആയിരുന്നു. പിന്നെ എന്നോട് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഈ ബ്ലൗസിന്റെ പുറകിലേ ജനല് പോലൊരു സംഭവം വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ജനലോ? അത് വേണം വേണം. അത് എനിക്കൊരു ഡൗട്ട്, ജനൽ വേണോ കട്ടള വേണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ജനല് മതി, അതാവുമ്പോഴാ ഭംഗി കാണാൻ. എന്റെ സംശയം അതല്ല, ഈ ജനലാകുമ്പോ പിള്ളേരെല്ലാം കൈയിടുവോന്നുള്ള ഒരു ഇതായിരുന്നു. അയ്യോ, അങ്ങനെയാണെങ്കിൽ അത് വേണ്ട കേട്ടാ. വേണ്ട. അതുപോലെ പിന്നെ ബ്ലൗസിന്റെ ഫ്രണ്ടിലേ ഒരു ലവിന്റെ ഡിസൈൻ, ഒരു ലവിന്റെ എംബ്ലം പോലെ ഒരെണ്ണം പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു. അതെന്താ ഇപ്പൊ ഒരു സംശയം? സംശയമില്ല, അതിപ്പോ ക്ലാവർ വേണോ, ഡയമണ്ട് വേണോ, ഇസ്പേഡ് വേണോ, അതോ ഗുലാൻ വേണോ, എന്താ വേണ്ടതിന്? അതെ, ഇതെല്ലാം ഇട്ടോണ്ടേ ഞാനേ ചീട്ട് കളിക്കല്ല പോണോ, തിരുവാര കളിക്കാം. പിന്നെ അതുപോലെ സാരിക്കകത്തൊരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഒരു മുന്തിരിക്കൊല അത് തന്നെ. കുനുകുനു എന്നുള്ളത് അത് വലിയ കുനുകുനു വേണോ, ചെറിയ കുനുകുനു വേണോ? വലിയ കുനുകുനു ആണ് നല്ലത്, എല്ലാരും കാണും. ആണോ? നിങ്ങളുടെ സെക്രട്ടറി പറഞ്ഞ വലിയ കുനുവു പറഞ്ഞേ. അയ്യോ, അവക്ക് ചെറുത് വെച്ചാ മതി. എന്നാ നിങ്ങൾക്ക് വലിയ കുനുകുനു. എനിക്ക് വലുത് വെക്കണം, എല്ലാരും ഞങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അയ്യോ, എനിക്ക് വയ്യ. ഓക്കേ, അപ്പൊ കുനുകുനു. ഓക്കേ. അയ്യോ, എല്ലാം തെറ്റിച്ച്. നീ എന്നാ പണിയാണ് കാണിച്ചു വെച്ചേ? എന്റെ മുന്തിരിക്കൊല അത്രയും പോയി. കൊല എന്റെ ദൈവം പച്ചുമുക്കാലാണ് അവിടെ കുത്തി മരിച്ചു വെച്ചേ. ഇനി ഞാനിനി എങ്ങനെ ആൾക്കാരെ പച്ചു കണ്ടുപിടിക്കും? ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് അയ്യോ 10-20,000 രൂപയുടെ പറ്റുള്ള ഇത് ഞാൻ എങ്ങനെ ചെയ്യാക്കും ചേട്ടോ? ഓ പിന്നെ അപ്പുറത്തെ പണി കഴിഞ്ഞേട്ടാ. അപ്പുറത്തെ എന്റെ വീട്ടിലെ പണി കഴിഞ്ഞ എന്റെ പറ്റൊക്കെ നോക്കണം. എന്റെ പറ്റ നോക്കണം. പറ്റിന്റെ പറ്റു നോക്കാം. പറ്റ നോക്കണം. പേരെന്നാന്ന് പറഞ്ഞേ? ബാബു. 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 ഈ 1750 രൂപ. 1750 രൂപ? അല്ല, 1000 ഞാൻ ഇന്നലെ നോക്കിയപ്പോ 1500 ഉണ്ടായിരുന്നുള്ളൂ. 1400 രൂപ. 1400. അപ്പൊ 100 രൂപ പോയി. 100 രൂപ കുറച്ച് തന്നോ ഞാൻ. ഡിസ്കൗണ്ട് അല്ല, നോക്കണ്ട, കറക്റ്റ് ആണ്. നോക്കട്ടെ. ഓ അല്ലേ മനസ്സിലായത്? ഞാൻ ഇന്നലെ പൈസ തന്നായിരുന്നു. താണ്ട വെട്ടിയിരിക്കണ എന്റെ പറ്റ്. മരുത്തോമല അവിടെ കൊണ്ടുവച്ചിട്ട് ഓടി വന്നതാണ് ഇങ്ങനെ കൈ പിടിച്ചു. ഞാൻ ഇന്നലെ പൈസ കൊടുത്തായിരുന്നു. എന്റെ പറ്റത് അവിടെ വെട്ടിയിരിക്കണ. ഞാൻ ഇതിന് പൈസ കൊടുക്കണോ വേണ്ടേ? പൈസ വലിയ പൈസ വേണ്ട അണ്ണാ. ഇന്നലെ ഇവിടെ ആരെങ്കിലും മരിച്ചാ? മരിച്ചാന്നാ? ഇല്ല. അതുകൊണ്ടാ കരിങ്കടിയൊക്കെ കെട്ടിയിരിക്കണോണ്ട്. വേണ്ട. അയ്യോ, അത് കരിങ്കൊടിയല്ലേ, ഇവിടെ പൊറോട്ട അടിക്കണ പുതിയ തോർത്താ. അല്ല, കഴിച്ചേ കൊള്ളായിരുന്നു. എന്തെങ്കിലും കഴിക്കണുണ്ടോ? അവിടെ ഇരിക്കാൻ. നീ അവിടെ ഇരിക്കാൻ. നീ മേശ ഓടിക്കാതെ അവിടെ പോയിരിക്കേ. കഴിച്ചെങ്കിൽ പൊറോട്ട എടുക്കാം. പാപ്പം ഉണ്ടാ? പാലും കൂട്ടിക്കടിച്ച് പാപ്പം. എന്നാ പാപ്പം ഉണ്ടല്ലോ? പാപ്പം. പാലും ഉണ്ടാ? എത്ര വയസ്സായി? 45. ചന്ദ്രിയെ, ആ വെറുകൊള്ളി ഇങ്ങടുത്ത് ഇവന്റെ കണ്ണും കുത്തിപ്പൊട്ടിച്ച്. അപ്പൊ പാപ്പം കൂട്ടാൻ വന്നേക്കണം. ഓഹോ, അല്ലേ? ഹലോ, എന്റെ കരുണാമയനൊന്ന് ഒതുക്കിയിടാൻ ഇവിടെ പാർക്കിങ്ങിന് സ്ഥലമുണ്ടോ? നിങ്ങൾ ഈ കട എങ്ങനെ വെച്ചേക്കുന്നത്? വണ്ടി വന്നാലും ഒതുക്കിയിടാൻ ഒരു സ്ഥലം വേണം ആദ്യം. അങ്ങനെ വേണം പാർക്കിംഗ് ഉണ്ടാക്കാൻ. ചന്ദ്രി എങ്ങനെ വന്നേടി? ഒരു കട വെച്ചേക്കുക, വണ്ടി കൊണ്ടിരുന്നവർക്ക്. എന്താ ആരാന്ന് മനസ്സിലായോ? ഇത് ടിപ്പർ ഓടിക്കുന്ന ഡ്രൈവർ അല്ലേ? അറിയാം. 12 പേരെ കൊന്ന ടിപ്പറാ. പേര് കരുണാമയൻ.
പേരെന്നാ മോന്റെ? എന്റെയോ? എന്റെ പേര് ദയാനന്ദൻ. ദയാനന്ദൻ. ഡ്രൈവറുടെ പേര് ദയാനന്ദൻ. നല്ല പേര്. ഈ പേരൊക്കെ ഒന്ന് മാറ്റണം. മാറ്റണം. ഞാൻ മാറ്റണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. പേര് മാറ്റണം. എന്റെ വണ്ടിക്ക് എന്നാ പേര് ഇടണ്ടേ? കൊലയാളി എന്ന് പേരിടാൻ നന്നായിരിക്കും. നന്നായി. തന്റെ പേര് ലൂസിഫർ എന്നിട്ടാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അങ്ങനെ ആക്കണം. അങ്ങനെ ആക്കണം. നല്ല ഓട്ടോ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഇതൊക്കെയാണല്ലോ നല്ല ഓട്ടോ ഉണ്ടോ? പിന്നെ ആഹാ, നല്ല ഓട്ടോ വണ്ടിക്ക്. നല്ല ഓട്ടോ ആദ്യത്തെ ദിവസം ഒരു 30 ദിവസമാണല്ലോ. 1-ാം തീയതി ഒരു ഓട്ടോ ഉണ്ട്. ആ ഓട്ടത്തിന് തന്നെ ആരെങ്കിലും ഇടിക്കും. പിന്നെ ആ കേസിന്റെ നെട്ടോട്ടമായിട്ട് ബാക്കി 29 ദിവസം ഞാൻ ഓടുവാ. ഇതല്ലാതെ ഈ ഓട്ടോ ഇല്ലാത്ത വേറെ എന്തെങ്കിലും പണിയുണ്ടോ? ഞാൻ ഈ ഗാനമേളക്ക് പാടാൻ പോകും. മലയാളം പാട്ട്. അപ്പൊ രണ്ടും ആളെ കൊല്ലുന്ന പരിപാടിയാ. കൊള്ളാം. പിന്നെ എന്നാ എന്തെങ്കിലും വേണോ? മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ തിരി നേരം ഇരിക്കണേ. കനലുകൾ രാമു കരയാട്ടോ. രാമു കാര്യാട്ടോ. രാമു കരയാട്ടോ. നമ്മുടെ രാമു ഇല്ലേ? മനസ്സിലായി. രാമുവേ, ഞങ്ങളെല്ലാം അറിഞ്ഞു. അമ്മാവൻ മരിച്ചില്ലേ? അമ്മാവൻ മരിച്ചു. എങ്ങനെ സംഭവം എങ്ങനെയായിരുന്നു? ഇത് വാഹനാപകടമായിരുന്നു. ടിപ്പറായിരുന്നോ? അല്ല, ഇത് എന്റെ തലേ വരേണ്ട കേസ്. കാറിടിച്ച് മരിച്ചതാ. എന്തായിരുന്നു? കാറിടിച്ചാ മരിച്ചത്. കാറിടിച്ചാ മരിച്ചേ? കാറപകടമായിരുന്നു അല്ലേ? അല്ല, പുള്ളിക്കൊരു ഇൻഡിക്കോ പഴയ കാറുണ്ടായിരുന്നു, അതിടിച്ചാണ് മരിച്ചേ. പുള്ളി വിറ്റായിരുന്നു കേട്ടോ. പുള്ളി ഭയങ്കര വിറ്റായിരുന്നു. കോമഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഞാൻ വളുപ്പാതെ അയാളെ വിളിക്കുന്നത്. ആണോ? അയ്യോ, ആ വിറ്റല്ലെന്ന്. പുള്ളി ആ കാറ് വിറ്റായിരുന്നു പറഞ്ഞത്. ആ കാറ് സെയിൽ ചെയ്തായിരുന്നു. അതെ, അമ്മാവന് 30 ദിവസത്തിനുള്ളിൽ കാറിടിച്ച് മരിക്കുമെന്നൊരു ജോത്സ്യം പറഞ്ഞായിരുന്നു. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ടേ ഉള്ളു കാര്യമെന്ന് പറഞ്ഞോണ്ട് ഈ പുള്ളിയെ നേരെ വിളിച്ച് ഞാൻ എന്റെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി. ഫ്ലാറ്റ് താമസിക്കായിരുന്നു. അത് ബുദ്ധിയായി. 29 ദിവസം ഒരു കുഴപ്പമില്ലാതെ പുള്ളി അവിടെ ജീവിച്ചു. 30ാമത്തെ ദിവസം സൂക്ഷം ജോത്സ്യര് പറഞ്ഞതുപോലെ കാറിടിച്ച് മരിച്ചു. അതെങ്ങനെ മരിക്കൂന്ന്? അതെങ്ങനെ കാർ ആക്സിഡന്റ് വരും? അത് 12ാം നിലയിലല്ലേ നീ താമസിക്കുന്നേ? അങ്ങോട്ട് കാറ് പറന്ന് കയറി ഇടിച്ചു ചത്തോ? അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഇടിക്കാൻ പറ്റത്തില്ല. വണ്ടി മേളിൽ കയറത്തില്ലേ? അയ്യോ, കാറ് പറന്ന് കയറി ഇടിച്ചതൊന്നും അല്ലെന്നേ. അമ്മാവൻ രാവിലെ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ എണ്ണയും തേച്ചോണ്ട് അങ്ങോട്ട് പോയതാ. അപ്പൊ ചെറുക്കൻ കളിക്കുന്ന ടോയ്സ് കാറില്ലേ, അതവിടെ കിടപ്പുണ്ടായിരുന്നു. അതിനകത്ത് ചവിട്ടി നേരെ സ്ലിപ്പായിട്ട് പുള്ളി നേരെ പുറകോട്ട് വീണ് തലയടിച്ച് വീണ് കാർ ആക്സിഡന്റ് തന്നെ. ജോത്സ്യൻ കൃത്യം. അങ്ങനെ പുള്ളി മരിച്ചുപോയി. കഷ്ടമായി പോയി. അങ്ങനെയാ മരിച്ചത്. എന്തെങ്കിലും കൊടുക്കാം. ചായ കൊടുക്കും. മരിച്ചു പോയത് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ്. ചായ എടുത്ത് കൊടുക്കും. ഒരു ചായ കൂടി. എനിക്ക് വേണ്ട ഏട്ടാ. എന്റെ അമ്മാവൻ മരിച്ച് തലയ്ക്ക് മീതെ നിൽക്കുമ്പോ എനിക്ക് ചായ കുടിക്കാൻ പറ്റത്തില്ല. തലയ്ക്ക് മീതെ നിൽക്കണം, വലിച്ചു കുടിച്ചിടാൻ മേല. നീ എന്തിനാ തലയിൽ? അതല്ല പറഞ്ഞത്. അമ്മ മരിച്ചിരിക്കുമ്പോ ചായ കുടിക്കാൻ എനിക്ക് ഇച്ചിരി വെള്ളം തന്നാ മതി എന്ന് പറഞ്ഞു. ചേട്ടാ, ഈ ബീഫ് കറി ഒന്ന് കഴിച്ചു നോക്കിയേ. നല്ല ടേസ്റ്റ്. നമ്മളെ ഇപ്പോഴത്തെ കുക്കുണ്ടാക്കിയതാ. ഞാനൊരു കഷ്ണം കഴിച്ചു. എങ്ങനെയുണ്ട്? കഴിക്കാൻ തോന്നുന്നു. ആണോ? ഒന്ന് നോക്കിയേട്ടാ. കറി തോന്നിയ ദിവസം പറയരുത്. ചേട്ടനെന്താ പറയുന്നത്? എന്റെ അമ്മാവൻ മരിച്ച് ആ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഞാനാണോ? കർമ്മങ്ങൾ ചെയ്യുന്ന ഞാൻ ഈ ഇറച്ചിയും മീനും ഒക്കെ തിന്നു കഴിഞ്ഞാൽ ആ കർമ്മം ചെയ്യാൻ പറ്റൂ? ആ ആത്മാവിന് ശാന്തി കിട്ടും ചേട്ടാ. എന്തൊരു വർത്താനം ചേട്ടാ പറയുന്നത്. അമ്മ മരിച്ച അവന്റെ വളർത്തിയും പഠിപ്പിച്ചല്ല അയാൾ തന്നെ. അപ്പൊ അയാൾ മരിച്ചെടുക്കുമ്പോൾ അവന് അതിന്റെ കാര്യം കർമ്മം എല്ലാം ചെയ്യണം. പറയില്ല ചേട്ടാ, അത് ഭയങ്കര മോശമായി. ആ വർത്താനം തന്നെ തെറ്റാ. അല്ല, അത് ഞാൻ പറയുന്നത് എന്നാന്നറിയോ? എന്നാ നീ ഒരു കഷ്ണം കഴിക്കും. എനിക്ക് വേണ്ട. എന്നാ ഞാൻ എടുക്കരുത്. അതെന്തൊരു വർത്താനം. ഞാൻ പറയാം. എന്റെ കാര്യം എന്താ അറിയാം? നീ എന്നെ ഞാൻ സംഭവം പറഞ്ഞുതരാം. രാമുവിനെ നമ്മൾ എത്ര ആളായിട്ട് കാണുന്ന? കുറെ ആളായിട്ട് നമ്മൾ രാമുവിനെ കാണണം. ആണ്. നമ്മൾ അവന്റെ സുഹൃത്തുക്കളാണോ? ആണ്. അവന്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന ആണേ. അങ്ങനെയുള്ളപ്പോൾ ഇപ്പൊ നമ്മളെ കാണിക്കുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നത്. അവൻ കഴിക്കാതിരിക്കുമ്പോൾ നമ്മളും കഴിക്കണ്ട. എന്നാലും അത് ടേസ്റ്റ്. നീ എനിക്കറിയാം, ഞാൻ കൂത്താട്ടുള്ള മാർക്കറ്റിൽ നിന്ന് ഒരു പോത്തിന്റെ കുറവ് മേടിച്ചു വന്ന് കണ്ടിച്ച് മല്ലിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഇട്ട് പച്ച എണ്ണയൊക്കെ ഇട്ട് താളിച്ച് എല്ലാം കൂടെ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാധനമല്ലേ അത്? ശരിയാണ്. പക്ഷെ അവന്റെ വീട്ടിൽ പെലയല്ലേ? അവന്റെ വീട്ടിൽ പലയാണെങ്കിൽ നമ്മൾ മരണോടെ ഇറക്കണം. അതല്ലെന്ന്. അവര് വീട്ടിൽ ഈ ചടങ്ങൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് ഇറച്ചി കഴിക്കാൻ പറ്റത്തേ. ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉഗ്ര സാധനമല്ലേ? ഉഗ്ര സാധനമാണ്. ഒരു കഷ്ണം നീ കഷ്ണം. അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ണം ചേട്ടനും ഒരു കഷ്ണം ഞാൻ. എനിക്ക് പിന്നെ അകത്ത് പോയി കഴിക്കാം. എന്നാലും വേണ്ടിയല്ലേ. ഒരു കഷ്ണം, ഒറ്റ കഷ്ണം എടുക്കാം. ആ കൈ ഊരി വെച്ചാണോ കേട്ടെ?
അമ്മാവന്റെ സഞ്ചയനം സഞ്ചയനം. ചടങ്ങുകൾ മൊത്തം. ഷർട്ടൊക്കെ ഊരി വയറും പുറത്ത് കാണിച്ച് എത്തിയാലാത്ത തോർത്ത് വിട്ട് കർമ്മം ചെയ്യേണ്ട ആള്. ബീഫ് ബീഫ് അടിച്ച് കയറ്റുക. എങ്ങനെ കഴിച്ചേ? ഇങ്ങനെ ഊരിപ്പോ വെപ്പ് പോലും കൂടെ താഴെ ചാടിപ്പോയാലും. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ചന്ദ്രിക, വിളിക്ക്. ചന്ദ്രിക, എന്തോ ആ വറകൊള്ളി കെട്ടടി. ഇതാ കൊണ്ടുവരണം. വേണ്ട. ഇവരൊക്കെ എന്ത് മനുഷ്യനാണോ ഓർത്തത്? നമ്മളെ പാലോ ദേ പാല് വന്നു. ചന്ദ്രിക ഓടി വാടി. ഓ പാല് വന്നിട്ട് ഇത്ര വെപ്രാളം. പ്ലീസ്. പാല് വന്നു, പാല് വന്നു. പാല് വന്നിട്ട് ഇത്ര വെപ്രാളം. അല്ല. ചന്ദ്രിക വാ പിടി. അയ്യോ. രക്ഷപ്പെട്ട്. ശ്ശോ. ഓ, ഞാനിത് കൊറേ ചായക്കടയിൽ പോയിട്ടുണ്ട്. ഇങ്ങനെയാണോ പാല് വരുന്നത് ചായക്കടയില്? ചായക്കട പാല് വന്നോ? ആ ഇത് ഏതെന്നറിയാവോ? ഇല്ല. കഴിഞ്ഞ ആഴ്ച വരെ ഇവൻ പത്രം ഇട്ടോണ്ടിരുന്ന അവനാണ് ഈ പാലും കൊണ്ട് ഇറങ്ങിയേക്കണത്. ഇതെങ്ങാനും പിടിച്ചില്ലെങ്കിൽ ഇവിടെ എങ്ങാനും തട്ടിപ്പോയാലോ, ഉള്ള പാല് പോയാലോ. നീ എന്ത് വർത്താനം എന്റെ ദൈവമേ. പിന്നെ ഞാനില്ല ഓട്ടോ എല്ലാം കഴിഞ്ഞ് വരുമല്ലയോ, വിശന്തന്റെ കണ്ണ് കാണാൻ വയ്യ. എനിക്കൊരു 4 പൊറോട്ട ചെയ്യാ. ചന്ദ്രിക എന്തോ ഏട്ടാ? എളുപ്പമാട്ടെ കേട്ടോ. ഇവനൊരു 3 പൊറോട്ടയും കൊടുക്കും. 3 പറഞ്ഞ 4 പറഞ്ഞത്. എടി വിശന്ന് കണ്ണ് കാണാതെ വന്നേക്കണം. 3 കൊടുത്തിട്ട് ഓ ശരി ശരി. ഞാൻ കേട്ടു. ആ കേട്ടെന്ന് എന്നാ വേണ്ട. ആ, പോയി ശരിയാ. എന്നാ വേണ്ട. പിന്നെ മൊബൈലിന്റെ അങ്ങ് തീർന്നല്ലോ എൻ്റെ ഇത്. റീചാർജ് ഉണ്ടോ ഇവിടെ? റീചാർജ് ഇല്ല, ഇറച്ചി ചാർജ്. അതല്ലെന്ന് മൊബൈൽ റീചാർജ് ചെയ്യുന്ന കാർഡില്ല. അത് ഇവിടെ ഇല്ല. ഇവിടെ നഷ്ടമാ കേസ്. അതല്ലേ നമുക്ക് അല്ല, ഇറച്ചിച്ചാറ് ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഇറച്ചിച്ചാറും ഒരു 3 പൊറോട്ട ഇങ്ങോട്ട് ആർക്കത്? പാഴ്സല്. ആർക്ക്? മോക്ക്. നിനക്ക് മോളാ? മോളാ. പെമ്പിള്ളാരെന്ന് പറഞ്ഞ ഐശ്വര്യല്ലേ? പെമ്പിള്ളാരെന്ന് പറഞ്ഞ വീടിന്റെ വിളക്ക. ആ നീ എന്റെ വീട്ടിലേക്കൊന്ന് വാ. ആ 3 വിളക്ക് നിന്ന് കത്തുക. 3 എണ്ണം ഉണ്ടോ? പിന്നെ ഒരു കരിന്തിരി കത്തുന്ന വിളക്ക്. ആണോ? 3 പേരുള്ള നല്ല കേട്ടോ. ആനാ? അത് 3 പേരുള്ളൊക്കെ രസമാണ്. പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊക്കെ പറഞ്ഞിരിക്കാം. ആ എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയാനായിരുന്നു. വീട്ടിലല്ലോ ഒറ്റയും കാട്ടിലല്ലോ ഒറ്റ. അല്ല, ഞാൻ വീട്ടിൽ ഒറ്റ മോനായിരുന്നു. ഒറ്റ മോന. അയ്യോ, ചെറുപ്പം ഭയങ്കര രസമായിരുന്നു. അമ്മ എന്റെ ഭയങ്കര കഥ പറച്ചില്ല. എല്ലായിടും ഇങ്ങനെ പോകും, എന്നെ കയ്യെ പിടിച്ചോണ്ട് ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ രാത്രി വന്ന് വൈകിട്ട് കിടക്കും. അന്നേരം ഇതുപോലെ പപ്പ ഇപ്പുറത്ത്, മമ്മി ഇപ്പുറത്ത്, ഞാനിങ്ങനെ നടുക്ക് കണ്ണും പിടിച്ച് കിടക്കും. ഒരു കഥ പറയിപ്പിക്കും ഞാൻ. രാത്രി വൈകിട്ട് 7 മണിക്ക് തുടങ്ങുന്ന കഥ വെളുക്കുമ്പോ 6 മണി വരെ ഇങ്ങനെ പറയും. അപ്പൊ ഞാനിങ്ങനെ കണ്ണും പിടിച്ച് ഉറങ്ങാതെ ഇങ്ങനെ കിടക്കും. വെറുതെ അല്ല നീ ഒറ്റമോനായി പോയത്. അവരെ ഓർക്കണ്ടേ? നീ ഉറങ്ങാതെ ഇരിക്കുമല്ലേ, പിന്നെ അങ്ങനെ ഒറ്റമോനായിരിക്കും. ഒരു ചായ കുടിച്ചിരുന്നേ കൊള്ളായിരുന്നു കേട്ടോ. ചായ കുടിച്ചിരുന്നേലേ വെള്ളം തിളച്ച് വന്നോളം. വെള്ളം തിളക്കട്ടെ. അപ്പൊ നീ ഞാനേ വൈകിട്ട് വന്ന് കുടിച്ചോളാം. തിളപ്പിച്ച് വെച്ചു. തണുത്ത ചായ കുടിക്കാനുള്ള പരിപാടിയായി തരാം. വാ. ചേട്ടാ, ഈ അഗ്നിയിൽ തിളപ്പിച്ച വെള്ളമുണ്ടോ? ഇവിടുത്തെ ചായക്കട കഴിഞ്ഞാൽ പിന്നെ 3 കിലോമീറ്റർ വേണം വേറൊരു ചായക്കടയിലെത്താൻ. ഓഹോ, നടന്നു നിന്റെ ഊപ്പാട് വരും. നീ കറക്റ്റ് കാര്യം പറ. അല്ല, ടൂറ്റി. അതിന് നീ ചായ കുടിച്ചില്ലല്ലോ തൂറ്റാൻ. അതല്ല പറഞ്ഞത്, 2 ചായ തരും. അത് മലയാളത്തിൽ പറഞ്ഞാൽ മതി ചായ തരുമോന്ന്. വലിയ വെള്ളം തിളപ്പിച്ച. പിന്നെ നമ്മുടെ നാടക സമിതിയുടെ വണ്ടി വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ ഈ വർഷം നമ്മുടെ നാടക സമിതിക്ക് ഏറ്റവും നല്ല സംസ്ഥാന അവാർഡ് കിട്ടിയിരിക്കണം. അതെ അതെ, പറഞ്ഞ മനസ്സിലായില്ലേ? മികച്ച നടൻ, മികച്ച നടി, മികച്ച നായിക, മികച്ച സംവിധായകൻ, മികച്ച ചായ. മധുരണ്ടോ? വൃത്തിയിട്ട മനുഷ്യനാ. ചായ കൊണ്ടുവന്നിട്ടാണ് ചുമക്കുന്നേ. ടേബിൾ മാനേഴ്സ് ഇല്ല. അതെ 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 അതെ. ഈ ചായ കുടി കഴിഞ്ഞിട്ട് ചായയുടെ പൈസയുടെ കൂടാതെ ഒരു 25 രൂപയുടെ തന്നെ അതിനാ ഡെറ്റോള് മേടിക്കാണ്. ഇത് കഴുകണ്ടേ? എന്നാ അടുക്കള ചോന്നിട്ട് വന്നേക്കാം പ്രാന്തൻ. എന്റെ ചേട്ടാ, വണ്ടി വരാൻ കുറച്ച് താമസിക്കും. ഞാനാണെങ്കിൽ നാടകത്തിന്റെ ഡയലോഗ് കംപ്ലീറ്റ് മറന്നു ചേട്ടാ. നമുക്ക് ഇവിടെ വന്നൊന്ന് റിഹേഴ്സൽ ചെയ്താലോ? അയ്യോ, റിഹേഴ്സൽ ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യും. നിനക്ക് ഏത് ഭാഗമാണ് പ്രശ്നമുള്ളത്? എനിക്ക് ക്ലൈമാക്സ് ആണ് പ്രശ്നം. ക്ലൈമാക്സ്. അപ്പൊ നമ്മൾ ക്ലൈമാക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ 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 ഓക്കെ.
മഴയേ തൂമഴയേ വാനം തൂവുന്ന പൂങ്കുളിരേ വാനം തൂവുന്ന പൂങ്കുളിരേ കണ്ടുവോ എൻ്റെ കാതലി. അയ്യോ ഉണ്ണിയേട്ടൻ. ലക്ഷ്മി, ഉണ്ണിയേട്ടാ, ലക്ഷ്മി കുട്ടി, ഉണ്ണിയേട്ടാ, എന്റെ ലക്ഷ്മി മോളെ, ഉണ്ണിയേട്ടാ. നമ്മൾ ആദ്യമായി കണ്ടത് നിനക്ക് ഓർമ്മയുണ്ടോ? അതങ്ങനെ മറക്കാൻ പറ്റുമോ ഉണ്ണിയേട്ടാ? അന്ന് കോരിച്ചൊഴിയുന്ന മരയായിരുന്നു. അതെ, അന്ന് നിന്റെ വീട്ടിലേക്ക് ഞാൻ ഓടി കയറി വന്നത് ഓർമ്മയുണ്ടോ നിനക്ക്? ഓർമ്മയുണ്ട് ഉണ്ണിയേട്ടാ. ആ മഴ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഉണ്ണിയേട്ടാ. അതെ, ആ നശിച്ച മഴ. ചന്ദ്രികേ, എന്തോ മഴ വരാൻ സാധ്യതയുണ്ട്, പുറത്തുനിന്ന് തുണി എടുക്ക്. പ്രകൃതിയുടെ വികൃതിയാണെന്ന് തോന്നുന്നു. 3-3.5 മണിക്കൂർ നിന്ന് പെയ്യേണ്ട മഴ ഒറ്റ നിമിഷം കൊണ്ട് നിന്നു അല്ലേ? ചന്ദ്രികേ, എന്തുവാ മഴ മാറി, തുണി എടുത്താ പുറത്തിട്ടോ. ഓ ഈ മനുഷ്യന്റെ കാര്യം. എന്താ ഇടപാടോ പറഞ്ഞു. ഉണ്ണിയേട്ടാ, എന്തോ? നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയപ്പോ ക്ഷണിക്കപ്പെടാതെ അതിഥിയായിട്ട് വന്ന ആ മഴ ഇനി പെയ്യോ ഉണ്ണിയേട്ടാ? പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അതെ, ഈ തുണിയിൽ എന്തെങ്കിലും ഒരു തീരുമാനമാവണം. എനിക്ക് ഓടാൻ വയ്യ. നീ ഒരു കാര്യം ചെയ്യ്, ആ പെരക്കാത്തേക്ക് ഒരു കാലും ഇങ്ങോട്ടൊരു കാലും വെച്ച് ഇങ്ങനെ PT ഉഷ ഓടാൻ നിൽക്കാൻ പോലെ ഇരിക്കും. ആ അപ്പൊ മഴ വരുവാണെങ്കിൽ ചാടി ഓടാലോ. പോ മനുഷ്യ അവിടെ നിന്ന്. ലക്ഷ്മി, എന്താ? ഞാനിവിടെ ഇപ്പോൾ വന്ന് എന്തിനാണെന്ന് നിനക്കറിയാമോ? എന്തിനാ ഉണ്ണിയേട്ടാ? നമ്മുടെ നാട്ടിനും നാട്ടുകാർക്കും വേണ്ടാത്ത, കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടാത്ത ഈ ബന്ധം ഇവിടെ പറിച്ചെറിയാൻ വേണ്ടി വന്നാണ് ഞാൻ. അയ്യോ, അപ്പൊ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്റെ ആണെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ അല്ലേ? ഞാനും നിങ്ങളും അമ്പലത്തിലെ ദേവിയും സാക്ഷി നിർത്തി നിങ്ങൾ കെട്ടിയ ഈ താലിയാണ് എന്റെ തെളിവ്. ആ താലി ഞാനങ്ങ് പറിച്ചു കളഞ്ഞാലോ? എടാ, നിനക്ക് നാണയില്ലടാ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് ഗർഭിണിയാക്കിയിട്ട് നീ ആ താലിയും പൊട്ടിച്ചിട്ട് നീ ബോംബെക്ക് കള്ളവണ്ടി കയറാനുള്ള പരിപാടിയാണല്ലോ. നാടകം 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 ഇന്നത്തോടെ തീർപ്പുള്ള ഞാൻ. എടാ, ആൾക്കാരെ വിളിച്ചിട്ട് ഇത് പോലീസ് കേസാണല്ലോ. നിന്റെ ആഹാ, ഇവിടെ കിടക്കുവാണോ? ദേ, നമ്മളെ വണ്ടി റെഡി ആയിട്ടുണ്ട്. വാ ചേട്ടാ, പോവാം. ഈ വർഷത്തെ അവാർഡ് നമുക്കാണ്. എനിക്കേട്ടാ, എനിക്ക് അവാർഡ് വേണ്ട. ഇവന് ഗവൺമെന്റ് ആശുപത്രിയിലെ അവാർഡ് കിട്ടും. ചേട്ടാ, ഞാൻ ഡയലോഗ് എല്ലാം പഠിച്ചു. വാ ചേട്ടാ. ഈ ഒരു കാര്യം ചെയ്യ്, നീ പൊക്കോ, ഞാൻ വരുന്നില്ല. ചേട്ടാ, ചേച്ചിയോട് പറഞ്ഞ് ഇച്ചിരി ചൂടുവെള്ളം ശരിയാക്കി തരുമോ? ചേച്ചിയോട് പറഞ്ഞു ഒന്ന് കുളിക്കാനാ. ചന്ദ്രികേ, എന്തോ ആ വിറകൊള്ളി ഇങ്ങടുത്തേ, ഇവന്റെ കണ്ണും കുത്തി പൊടിച്ചിട്ട് നിന്റെ താഴത്തിന് പോണം. ജീവിത നാടകരംഗം ജനനം തൊട്ടു തുടങ്ങി